അവനെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവന് ഫുട്ബോൾ പറ്റില്ല. മെലിഞ്ഞ് തീരെ ചെറിയ രൂപം, ആരുമായും അധികം സംസാരിക്കാത്ത പ്രകൃതം. അവനിൽ ആരും ഒരു സ്റ്റാർ ക്വാളിറ്റിയും കണ്ടില്ല. പക്ഷേ ലയണൽ മെസ്സി എന്ന ആ കൊച്ചു ബാലൻ പന്ത് കാലിൽ തൊട്ടപ്പോൾ ലോകം കണ്ടത് അസാധ്യമായ ഒന്നായിരുന്നു. ഡോക്ടർമാർ വരെ ഉപേക്ഷിച്ചൊരു കുട്ടി എങ്ങനെയാണ് കോടികൾ വിലമതിക്കുന്ന ഫുട്ബോൾ ലോകത്തെ അടക്കി ഭരിച്ച ഇതിഹാസമായി മാറിയത്? ആ കഥ തുടങ്ങുന്നത് ഇവിടെയാണ്. ഇനി ഇവന് വളർച്ചയില്ല. പ്രൊഫഷണൽ ഫുട്ബോൾ ഇവൻ്റെ കയ്യിലല്ല. 5-ാം വയസ്സിൽ ഡോക്ടർമാർ വിധി എഴുതി. പക്ഷേ മെസ്സിയുടെ ഉള്ളിലാണ് യാതൊരു അഗ്നി ഉണ്ടായിരുന്നു. ഗ്രാൻഡോളി എന്ന ചെറിയ ക്ലബിൽ തുടങ്ങിയ കളി. അവനു വേണ്ടി ഏറ്റവും കൂടുതൽ കൈയടിച്ചിരുന്ന ആ ഒരേ ഒരു ആരാധിക അവൻ്റെ മുത്തശ്ശി. 10-ാം വയസ്സിൽ മുത്തശ്ശി വിട വാങ്ങിയപ്പോൾ മെസ്സി ഒരു പ്രതിജ്ഞയെടുത്തു. താൻ അടിക്കുന്ന ഓരോ ഗോളും ആ മുത്തശ്ശിക്കുള്ളതാണ്. ഇന്നും ഗോൾ നേടിയ ശേഷം മെസ്സി ആകാശത്തേക്ക് നോക്കി കൈ ഉയർത്തുന്നത് ആ ഓർമ്മയ്ക്കാണ്. ന്യൂവെൽസ് ഓൾഡ് ബോയ്സിൽ പന്തു തട്ടിയപ്പോൾ എതിർ ടീമുകൾ പറഞ്ഞിരുന്നു, മെസ്സി കളിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ കളിക്കില്ല. 10-ാം വയസ്സിൽ ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന വില്ലൻ വന്നെത്തി. മാസത്തിൽ $1500 വേണം ചികിത്സയ്ക്ക്. ഒരു സാധാരണ കുടുംബത്തിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു അത്. വിധിയുടെ വെല്ലുവിളികൾക്ക് മുന്നിൽ പതറാതെ തകർന്നു പോയെന്ന് കരുതിയ ഇടത്തുനിന്ന് മെസ്സി ചരിത്രം തിരുത്തിക്കുറിച്ചു. മെസ്സിയുടെ അച്ഛൻ യൂറോപ്പിലെ വിവിധ ക്ലബ്ബുകൾക്ക് മെസ്സി കളിക്കുന്ന വീഡിയോകൾ അയച്ചുകൊണ്ടിരുന്നു. ബാർസലോണ സ്കൗട്ട് കാർലിസ് റെക്സാക്ക് അവൻ്റെ വീഡിയോസ് കണ്ടു. ഒരൊറ്റ വാക്കിൽ പറഞ്ഞു, സൈൻ ഹിം ഇമ്മീഡിയറ്റ്ലി. ഒരു നാപ്കിനിൽ വീണ ആ ഒപ്പിലൂടെയാണ് ഫുട്ബോൾ ചരിത്രം മാറ്റിമറിക്കപ്പെട്ടത്. അവരവനെ വിളിച്ചിരുന്നത് എൽ മൂഡോ എന്നായിരുന്നു. അവൻ സംസാരിച്ചത് വാക്കുകൾ കൊണ്ടല്ല, കാലുകൾ കൊണ്ടായിരുന്നു. മൈതാനത്ത് പന്തുമായി മെസ്സി കുതിക്കുമ്പോൾ അത് പന്തിനോട് മാത്രം സംസാരിക്കുന്നൊരു ഭാഷയായിരുന്നു. 16-ാം വയസ്സിൽ തന്നെ ലിയോ ബാർസലോണയുടെ സീനിയർ ടീമിനെ അമ്പരപ്പിച്ചു. അപ്പോഴേ ഞങ്ങൾ മനസ്സിലാക്കി, അവൻ മറ്റാരെയും പോലെയല്ല, അവനൊരു അത്ഭുത പ്രതിഭയാണ് എന്ന് ബാർസലോണയുടെ ഇതിഹാസ താരം സാവി പറഞ്ഞു. 17-ാം വയസ്സിൽ റൊണാൾഡീനിയോയുടെ അസിസ്റ്റിൽ പിറന്ന ആദ്യ ഗോൾ. മെസ്സി എന്ന ഇതിഹാസത്തിന്റെ തുടക്കമായിരുന്നു അത്. 2007 മാർച്ച് 10. എതിരാളികൾ റിയൽ മാഡ്രിഡ് എന്ന കോടികളുടെ സാമ്രാജ്യം. ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ നിരക്കെതിരെ വെറും 19 വയസ്സുകാരനായ മെസ്സി. റിയൽ 2 തവണ മുന്നിലെത്തി. 2 തവണയും മെസ്സി ബാർസലോണയെ ഒപ്പമെത്തിച്ചു. മത്സരം തീരാൻ സെക്കൻഡുകൾ മാത്രം ബാക്കി നിൽക്കെ മെസ്സി പന്തുമായി കുതിച്ചു. റിയലിൻ്റെ പ്രതിരോധ മതിലുകളെ തകർത്ത് കാസിലാസ് എന്ന ഇതിഹാസത്തെ മറികടന്ന് മെസ്സി വല ചലിപ്പിച്ചു. ക്യാമ്പ് നൗ സ്റ്റേഡിയം സ്തംഭിച്ചുപോയി. അന്ന് ജനിച്ചതൊരു താരമായിരുന്നില്ല, ഒരു യുഗമായിരുന്നു. ഇന്ന് 8 ബാലൻഡിയോറുകൾ, ലോകകപ്പ് കിരീടം, 800-ലധികം ഗോളുകൾ. ഇതൊരു ഫുട്ബോൾ താരത്തിൻ്റെ കണക്കുകളല്ല, അതിജീവനത്തിൻ്റെ കഥയാണ്. 2026 ലോകകപ്പ് ഫൈനലിൽ തൻ്റെ അവസാന പോരാട്ടത്തിനിറങ്ങുന്ന മെസ്സി ഒരിക്കൽ കൂടി കിരീടമുയർത്തി ഫുട്ബോൾ ലോകത്തോട് വിട പറയുമെന്ന പ്രതീക്ഷയിലാണ് ഓരോ ഫുട്ബോൾ പ്രേമിയും. ലയണൽ മെസ്സി വെറുമൊരു ഫുട്ബോളറല്ല, മെസ്സി എന്നത് തന്നെയാണ് ഫുട്ബോൾ. ഒരു ചെറിയ കുട്ടിക്ക് സ്വപ്നം കാണാമെങ്കിൽ അതിനെ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണെങ്കിൽ ലോകം തന്നെ നിങ്ങളുടെ കാൽ കീഴിലാകും എന്നതിന് ഇതിലും വലിയൊരു ഉദാഹരണമില്ല. ലയണൽ ആൻഡ്രസ് മെസ്സി. ഇതിഹാസങ്ങൾ ഇനിയും ഉണ്ടാകാം, പക്ഷേ മെസ്സിക്ക് പകരം മെസ്സി മാത്രം.